വേഗം വരും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനം. ഭവിക്കേണ്ടതിന് മീതെ ഭാവിച്ച് അഹംഭാവത്തോടെ പ്രവർത്തിക്കുന്ന അനേകർ ഇന്നുണ്ട്. വിശുദ്ധ വേദപുസ്തകത്തിൽ ആ വിധത്തിൽ അഹംഭാവത്തോടെ പ്രവർത്തിച്ചൊരു വ്യക്തിയെക്കുറിച്ച് പറയുന്നുണ്ട്. അരൻ രാജാവിൻ്റെ സേനാപതിയും കുഷ്ഠരോഗിയുമായിരുന്ന നയമാൻ. 2 രാജാക്കന്മാർ 5:1 മുതലുള്ള വാക്യങ്ങൾ. ഉന്നത സ്ഥാനത്തിരുന്ന നയമാന് കുഷ്ഠരോഗം ഏതെല്ലാം വിധത്തിലുള്ള പ്രതിബന്ധങ്ങൾ സൃഷ്ടിച്ചു എന്ന് ഊഹിക്കാനൊരു പ്രയാസവുമില്ല. നയമാൻ തൻ്റെ ഭാര്യയ്ക്ക് ശുശ്രൂഷ ചെയ്യുന്ന ഇസ്രായേൽ പെൺകുട്ടിയിൽ നിന്ന് എലീശ പ്രവാചകനെ കുറിച്ച് അറിയുകയും പ്രവാചകനെ കണ്ടാൽ രോഗശാന്തി ലഭിക്കുമെന്ന് ആ പെൺകുട്ടി പറഞ്ഞതനുസരിച്ച് നയമാൻ ഇസ്രായേൽ ദേശത്തേക്ക് പുറപ്പെടുകയും ചെയ്തു. എന്നാൽ നേരിട്ട് പ്രവാചകൻ്റെ അടുത്തേക്ക് പോകുവാൻ നയമാൻ്റെ അഹംഭാവം മൂലം തയ്യാറായില്ല. രാജാവിൻ്റെ സേനാനായകനായി താൻ വെറും ഒരു പ്രവാചകൻ്റെ അടുക്കിലേക്ക് പോവുകയോ, ഈ ചിന്ത തന്നെ ഭരിച്ചതിനാൽ പ്രവാചകൻ്റെ അടുക്കൽ പോകാതെ അരാം രാജാവിൻ്റെ ഒരു എഴുത്തുമായി ഇസ്രായേൽ രാജാവിൻ്റെ അടുത്തേക്കാണ് നയമാൻ പോയത്. രോഗാവസ്ഥയിലും ഞാൻ എന്ന ഭാവം ഉപേക്ഷിക്കുവാൻ നയമാൻ തയ്യാറായില്ല. കഷ്ടതകളും വേദനകളും അനുഭവിക്കുമ്പോഴും നമ്മിൽ പലരിലും നയമാൻ്റെ ഈ സ്വഭാവം ഉണ്ട്. അരാം രാജാവ് ഇസ്രായേൽ രാജാവിൻ്റെ അടുക്കൽ ഒരു എഴുത്തുമായി നയമാനെ അയച്ചിരിക്കുന്നു എന്ന വാർത്ത അറിഞ്ഞ എലീശ പ്രവാചകൻ നയമാനെ തൻ്റെ അടുക്കിലേക്ക് പറഞ്ഞയക്കുവാൻ ഇസ്രായേൽ രാജാവിനോട് ആവശ്യപ്പെട്ടു. രാജാവ് അപ്രകാരം ചെയ്തു. നയമാൻ സേനാപതിയുടെ പ്രവൃത്തിയോടും വിലപിടിച്ച സമ്മാനങ്ങളോടും കൂടി പ്രവാചകൻ്റെ വീട്ടുവാതിൽക്കൽ എത്തി. എന്നാൽ ഭവനത്തിലേക്ക് നയമാനെ ക്ഷണിക്കുവാനോ നയമാനെ നേരിട്ട് കാണുവാനോ തയ്യാറാകാതെ, നീ ചെന്ന് യോർദാൻ നദിയിൽ 7 പ്രാവശ്യം കുളിക്കുക, അപ്പോൾ നീ ശുദ്ധനാകും എന്ന് ആളയച്ച് പറയിക്കുക മാത്രമാണ് എലീശ ചെയ്തത്. സേനാപതിക്ക് യോഗ്യമായ വിധത്തിൽ ഒരു സ്വീകരണം പ്രതീക്ഷിച്ച നയമാന് അത് ലഭിച്ചില്ല എന്ന് മാത്രമല്ല, എലീശ തൻ്റെ അടുക്കൽ വന്ന് രോഗശാന്തിക്കായി പ്രാർത്ഥിക്കുക പോലും ചെയ്തില്ല. അത് നയമാനെ കോപാകുലനാക്കി. പ്രതീക്ഷിച്ച സ്വീകരണം ലഭിക്കാതെ വരുമ്പോൾ, സ്ഥാനമാനങ്ങൾ അംഗീകരിക്കാതെ വരുമ്പോൾ നയമാനെ പോലെ നാമും കോപാകുലരാകും. വാസ്തവമല്ലേ? ആഗ്രഹിച്ചതുപോലെയുള്ള ബഹുമാനം ലഭിക്കാതെ വന്നപ്പോൾ താൻ എന്തിനു വന്നു എന്ന് ചിന്തിക്കാതെ മടങ്ങിപ്പോകുവാനുള്ള തീരുമാനം നയമാൻ എടുത്തു. ഈ ഒരു തീരുമാനം എടുക്കുവാൻ നയമാനെ പ്രേരിപ്പിച്ചത് തന്നിലുള്ള ഞാൻ എന്ന ഭാവം ആയിരുന്നു. പ്രവാചകനിൽ നിന്ന് താൻ ആഗ്രഹിച്ച ബഹുമാനം ലഭിക്കാതിരുന്നത് നയമാൻ്റെ അഹംഭാവത്തിനേറ്റ പ്രഹരമായിരുന്നു. മാത്രമല്ല, കുഷ്ഠരോഗം മാറ്റുന്നതിന് യോർദാൻ നദിയിൽ 7 പ്രാവശ്യം കുളിക്കുവാൻ പറഞ്ഞത് തൻ്റെ ഉന്നത സ്ഥാനത്തിന് ചേരുന്നതല്ല എന്ന് നയമാൻ ചിന്തിച്ചു. സാധാരണക്കാരായ എത്രയോ പേർ കുളിക്കുന്ന നദിയായ യോർദാൻ, അവിടെ കുളിക്കുവാൻ പറഞ്ഞത് തന്നെ അപമാനിക്കും തുല്യമല്ലേ എന്ന് നയമാൻ ചിന്തിച്ചു. രോഗത്തിനും രോഗിയുടെ നിലയ്ക്കും അർഹമായ ചികിത്സയാ നയമാൻ ആഗ്രഹിച്ചത്. അത് ലഭിക്കാത്തതിനാൽ നയമാൻ കോപിച്ചു. ഈ പ്രഭാതത്തിൽ നയമാനിലുള്ള ഞാൻ എന്ന ഭാവത്തെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാം. അഹംഭാവം സാർവത്രികവും സാധാരണവുമായൊരു മനോഭാവം തന്നെയാണ്. ഈ ബലഹീനത മിക്ക വിശ്വാസികളിലും ഉണ്ട്. എല്ലാ മനുഷ്യരും സ്വന്തം പ്രാധാന്യത്തെക്കുറിച്ച് സദാ ചിന്തിക്കുന്നവരാണ്. എവിടെയും പ്രത്യേക പരിഗണനയും അംഗീകാരവും ലഭിക്കണമെന്ന് മിക്കവരും ആഗ്രഹിക്കുന്നു. അത് ലഭിക്കാതെ വരുമ്പോൾ അസ്വസ്ഥരാകുകയും കോപാകുലരാകുകയും ചെയ്യും. മിക്ക കലഹങ്ങളുടെയും മൂലകാരണം ഞാൻ എന്ന ഭാവം തന്നെയാണ്. US ഇന്ത്യയുടെ മേൽ ചുമത്തിയ ഇരട്ടി തീരുവയ്ക്കും കാരണം ട്രംപിൻ്റെ ഞാൻ എന്ന ഭാവം തന്നെയല്ലേ? മനുഷ്യനെ അന്യോന്യം ഭിന്നിപ്പിക്കുവാനും അകറ്റുവാനും ഇടയാക്കുന്ന ബലഹീനത ഞാൻ എന്ന ഭാവം തന്നെയാണ്. അഹംഭാവം നമ്മെ ദൈവത്തിൽ നിന്ന് പോലും അകറ്റിക്കളയും. ഹൃദയത്തിലെ അഹങ്കാരം നമ്മെ ചതിക്കുന്നുവെന്ന യിരെമ്യാവ് 49:16 പറയുന്നത്. കർത്താവ് തന്നെ അഹംഭാവത്തെ ചൂണ്ടിക്കാണിക്കുന്ന ഒരു ഉപമ പറയുന്നുണ്ട്. ലൂക്കോസ് 18:9 വാക്യങ്ങൾ.
പരീശനിലൂടെ പ്രാർത്ഥിക്കുന്നത്, ഞാൻ മറ്റു മനുഷ്യരെ പോലെ അല്ലായികയാൽ നിന്നെ വാഴ്ത്തുന്നു. ലൂക്കോസ് 18:11. എല്ലാ മനുഷ്യരെ പോലെയുമാണ് ഞാനും എന്ന് അംഗീകരിക്കുവാൻ പരീശനിലുള്ള ഞാൻ എന്ന ഭാവം സമ്മതിച്ചില്ല. വിശ്വാസി എന്ന് അഭിമാനിക്കുന്ന നമ്മിലും ഈ പരീശ മനോഭാവം ഇല്ലേ? ആരാധനാ സ്ഥലങ്ങളിൽ പോലും പ്രത്യേക സീറ്റും സ്ഥാനവും പരിഗണനയും ലഭിക്കണമെന്ന് നാം ചിന്തിക്കാറില്ലേ? വലിയ കാര്യങ്ങൾ ചെയ്യുവാനാ പലരും ഇഷ്ടപ്പെടുന്നത്. 4 പേർ അറിയുന്ന വിധത്തിലോ പത്രത്തിൽ പടമോ പേരോ വരത്തക്കവണ്ണം സേവനം ചെയ്യുവാൻ മുതിരുന്ന അനേകരുണ്ട്. നിശബ്ദമായി ചെറിയ സേവനം അനുഷ്ഠിക്കുവാൻ ആരും ഉത്സുകരല്ല എന്നതാ വാസ്തവം. നമ്മുടെ ക്രിസ്തീയ സേവനത്തിൻ്റെയും സ്വാധീന ശക്തിയുടെയും രഹസ്യം സ്ഥിതി ചെയ്യുന്നത് സ്ഥാനമഹിമയിലല്ല, പ്രത്യുത നമ്മുടെ സ്വഭാവത്തിൻ്റെയും ആത്മാവിൻ്റെയും മേന്മയിലാണ് എന്ന് മനസ്സിലാക്കി നമ്മിലുള്ള ഞാൻ എന്ന ഭാവത്തോടെ യാത്ര പറയാം. കർത്താവേ, ഞാനല്ല എന്നിൽ പ്രവർത്തിക്കുന്നത് നീയാണ് എന്ന ബോധം എന്നിലുളവാകുവാൻ എപ്പോഴും സഹായിക്കണമേ. ആമേൻ.